ഹായ് ഡിയർ വൺസ്, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെറ്റ്, കേറ്റിട്ട് അതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പേര് കേൾക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് ടൂസ് അക്കാഡമി എന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെറ്റോ കേറ്റിറ്റുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് അല്ല, പകരം UGC നെറ്റിന്റെ കുറച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മറ്റ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ നിന്നും ടൂസ് അക്കാഡമി ഡിഫറെന്റ് ആകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് സൊസൈറ്റിയിൽ എല്ലാവരും സെൽഫ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കാണാനും അത് വീണ്ടും കാണാനും ഉള്ള അവസരങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സോ ടൂസ് അക്കാഡമിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലൂടെ ആയത് കാരണം, അതും റെക്കോർഡഡ് ക്ലാസ്സുകൾ ആയത് കാരണം, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സമയത്തിനും അവരുടെ രീതികൾക്കും അവർക്ക് ഇഷ്ടമുള്ള ടൈമിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. ടൂസ് അക്കാഡമിയുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വാട്സപ്പിലൂടെ നമ്മളെ കണക്ട് ചെയ്യാനും ഡൗട്ട് ചോദിക്കാനും മെന്റർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ വില്ലിംഗ് ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് മെന്റേഴ്സ് ആണ് ടൂസ് അക്കാഡമിയിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് HSST പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിലും അതുപോലെ സെറ്റ്, നെറ്റ്, കേറ്റിട്ട് അങ്ങനത്തെ എക്സാംസിലും ഒക്കെ നമുക്ക് വിന്നേഴ്സ് ഉള്ളത്. നമ്മുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി ആണ്. അത് നമ്മളുടെ സ്റ്റുഡൻസ് തന്നെയാണ്. സോ നമ്മൾ കുറച്ച് സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. UGC നെറ്റിന്റെ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സൂപ്പർ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എൻ്റെ പേര് അഞ്ജലി, ടൂസ് അക്കാഡമിയുടെ ഫാക്കൽറ്റി ആണ്. MA ഇംഗ്ലീഷ് ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. So, first question. Researcher intends to explore the effects of possible factors for the organization of effective midday meal interventions. Which research method will be the most appropriate for the study? നമ്മൾക്കറിയാം, നെറ്റിന്റെ പേപ്പറിനകത്ത് നമ്മൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ റിസർച്ചിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ടൈപ്സ് ഓഫ് റിസർച്ച്. അപ്പൊ ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ച് നിങ്ങൾക്കൊരു വളരെ കൃത്യമായ ഒരു ധാരണയുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ ഈസി ആൻഡ് ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ നെറ്റിന് ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം ഈ ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യുന്ന, ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്താണ് എന്ന്? അതായത് നമ്മൾ കഴിഞ്ഞ കാലത്തെ ഡേറ്റ ഉപയോഗിച്ച് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റിസോഴ്സുകളും ഹിസ്റ്റോറിക്കൽ സോഴ്സസുമാണ്. ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ് എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ എന്താ പറയുക, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള റിസർച്ച് പാറ്റേൺ ആണ്. നമ്മൾ ഓരോ ഫിനോമിനെയും ഓരോ സിറ്റുവേഷനെയും ഓരോ വേരിയബിൾസിനെയും ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ഒരു കോംപ്ലെക്സ് സ്റ്റഡി തന്നെയാണ് നമ്മൾ അവിടെ നടത്തുന്നത്. നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫീൽഡ് സ്റ്റഡി, ഫാക്ട് ഫൈൻഡിങ്, ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്നാൽ, എക്സ്പെരിമെന്റൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ചുകളാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ റിസർച്ചുകളിൽ സയൻസ് വിഷയങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പെരിമെന്റൽ റിസർച്ചുകൾ ഉപയോഗിക്കുന്നത്. എക്സ്പെരിമെന്റൽ റിസർച്ചുകളിൽ എപ്പോഴും വേരിയബിൾസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാകും. ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾസും ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഉണ്ടായിരിക്കും. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത വേരിയബിൾസ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾക്ക് നമ്മുടെ ഫ്രീഡം അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ടും സയൻസ് വിഷയങ്ങളിൽ, സൈക്കോളജി സബ്ജക്റ്റുകളിലൊക്കെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, വേരിയബിളിന്റെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇതിനകത്തൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്.
എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സ്റ്റഡീന്റെ ഭാഗം തന്നെയാണ്. സോഷ്യൽ സ്റ്റഡീസിലും ബിസിനസ് റിസർച്ചിലും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെയുള്ളതായിരുന്നു എന്ന് പഠിക്കാനാണ് നമ്മൾ ഈ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് യൂസ് ചെയ്യുന്നത്. അവിടെ റിസർച്ചർക്ക് വേരിയബിൾസിൽ വലിയ കൺട്രോൾ ഒന്നുമില്ല, കാരണം ആ പർട്ടിക്കുലർ ഇവന്റ് കഴിഞ്ഞതിന് ശേഷമാണ് റിസർച്ചറിന്റെ പ്രസൻസ് വരുന്നത്. ഇവിടെ റിസർച്ചർ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് പേർപ്പസ് ആണ് റിസർച്ചർക്കുള്ളത്. എങ്ങനെ, എന്തുകൊണ്ട്, ഏത് രീതിയിലൊക്കെ സംഭവിച്ചു എന്നാണ് റിസർച്ചർ കൂടുതലായിട്ടും എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിൽ സംസാരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു എക്സ്പ്ലോർ ദ എഫക്ട്സ് ഓഫ് പോസിബിൾ ഫാക്ടേഴ്സ്. എഫക്റ്റ് ആണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. എഫക്റ്റ് അറിയണമെങ്കിൽ ആ സാധനം, ആ പർട്ടിക്കുലർ ഇവന്റ് കഴിഞ്ഞിരിക്കണം. സോ ആഫ്റ്റർ അങ്ങനത്തെ ഒരു ടേം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പോസ്റ്റ് ഫാക്ടർ മെത്തേഡാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ്പോസ്റ്റ് ഫാക്ടർ മെത്തേഡാണ്. നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ, ഈസി ആയിരിക്കും ആൻസർ ചെയ്യാനായിട്ട്. Next question. Post-positivism considers to be quantitative and qualitative. It also states that not necessarily all scientific results are correct. Sometimes institutions and beliefs also be corrected over the scientific methods. നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് എടുത്ത് നോക്കി നിങ്ങൾക്കറിയാം, ആ മൊഡ്യൂളിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ഈ പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പോസിറ്റിവിസം, എന്താണ് പോസ്റ്റ് പോസിറ്റിവിസം എന്ന് അറിയാമെങ്കിൽ മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, ഡിഫൈൻഡ് ആണോ, അൺഡിഫൈൻഡ് ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ആൻസർ പിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. പോസിറ്റിവിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിന്റെ ഫാദർ എന്ന് പറയുന്നത് അഗസ്റ്റ് കോംപ്റ്റ് ആണ്. ഇതൊരു പ്യൂർലി സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂല് മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരു കൺസെപ്റ്റ് ആണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. പോസിറ്റിവിസ്റ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് വാലിഡ് ആയിട്ടുള്ള ട്രൂത്ത്, നോളജ് എന്ന് പറയുന്നത് അത് സയന്റിഫിക് ആയിരിക്കും. അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനായിരിക്കും. ന്യൂമറിക്കൽ ഇൻഫോർമേഷൻ, ഡേറ്റയ്ക്കാണ് പോസിറ്റിവിസ്റ്റ് ഗ്രൂപ്പ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിയൽ നോളജ് ആണ് എങ്കിൽ അത് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതായിരിക്കും എന്ന രീതിയിലാണ് പോസിറ്റിവിസ്റ്റ് ഗ്രൂപ്പ് സംസാരിക്കുന്നത്. എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തുന്ന ട്രൂത്തുകളെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വിശ്വാസം വരുന്ന രീതിക്ക് ഉള്ള റിസർച്ചുകളാണ് പോസിറ്റിവിസ്റ്റ് ഗ്രൂപ്പ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഉണ്ടാകില്ല, തോന്നലുകളില്ല, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ പോസ്റ്റ് പോസിറ്റിവിസം ഗ്രൂപ്പ്, ഇവരെ സംബന്ധിച്ച് നമുക്ക് തിയറീസും പല പല കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കും എന്നിവർ വിശ്വസിക്കുന്നു. പല ഓൾഡ് ഫാക്ടുകളും പിന്നീട് തെറ്റാന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തിയറീസ് എല്ലാം തന്നെ റിവൈസബിൾ ആയിരിക്കും. ആ സമയത്തിനും ആ കാലത്തിനും ആ ആളുകളുടെ ആ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ തിയറീസും കാര്യങ്ങളും എല്ലാം റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ സയന്റിഫിക് തിയറീസും ട്രൂ അല്ല എന്ന രീതിക്കാണ് ഇവർ സംസാരിക്കുന്നത്. ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾക്കും ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ സബ്ജക്റ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പോസിറ്റിവിസ്റ്റ് ഗ്രൂപ്പിനകത്ത് തോന്നലുകൾക്കോ അബ്സ്ട്രാക്ട് ഐഡിയാസിനോ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന്. എന്നാൽ പോസ്റ്റ് പോസിറ്റിവിസം ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു ആളുടെ മനസ്സിലെ കാര്യങ്ങൾ വെച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുവാണ് ഈ ഒരു ടോപ്പിക്ക് തെറ്റാണ് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അത് എൻ്റെ തോന്നൽ പോലെ തന്നെ ശരിയായി വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോസ്റ്റ് പോസിറ്റിവിസ്റ്റ് കൺസെപ്റ്റിൽ സബ്ജക്റ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, രണ്ടും കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അതേപോലെ ഇവര് സയന്റിഫിക് തിയറീസും നമുക്ക് തെറ്റാന്ന് പ്രൂവ് ചെയ്യപ്പെട്ടേക്കാം. തിയറീസ്, പല ഓൾഡ് ഫാക്ടുകളും തെറ്റാന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. The study of body language is called dash. നമ്മൾക്ക്
UGC നെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ദി സ്റ്റഡി ഓഫ് ബോഡി ലാംഗ്വേജ് ഇസ് കോൾഡ് as ഡാഷ് കിനസിസ്, പ്രോക്സിമിക്സ്, ക്രോണിമിക്സ്, ഹാപ്റ്റിക്സ്. അപ്പൊ നമുക്കിത് എന്തൊക്കെയാണ് എന്നറിഞ്ഞാലല്ലേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫിക്കൽട്ട് ഒന്നുമല്ല. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ടേംസും കൂടി നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കിനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജിന്റെ സ്റ്റഡിയാണ്. പ്രോക്സിമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള സ്പേസ് ഡിഫറൻസ്, ആ സ്പേസ് ഡിഫറൻസ് പറഞ്ഞു തരും അവർ തമ്മിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകളാണോ സ്ട്രേഞ്ചേഴ്സ് ആണോ എന്ന്. സോ ഇതൊക്കെ ഒരു നോൺ വെർബൽ സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹാപ്റ്റിക്സ് സ്റ്റഡി ഓഫ് ടച്ച്, അവർ ടച്ച് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതികളും എല്ലാം തന്നെ ഹാപ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ക്രോക്സിമിക്സ് ദി സ്റ്റഡി ഓഫ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോൺ വെർബൽ കൺസെപ്റ്റ് ആണ് ക്രോക്സിമിക്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബോഡി ലാംഗ്വേജ് ഇസ് കോൾഡ് ഡാഷ്. ഏതാണ് ആൻസർ? കിനീസിസ്, ഓപ്ഷൻ എ. Computer has a main memory of 96 kilobytes. What is the exact number of bytes contained in the memory? നമുക്ക് ICT എന്ന് പറയുന്ന നമ്മളുടെ ഒരു മൊഡ്യൂൾ ഉണ്ട്. അത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. പക്ഷെ അവിടെ നമ്മളെ ഇച്ചിരി ഒന്ന് കുഴപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ICT ഏരിയ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 96 കിലോ ബൈറ്റ്സ് ഉണ്ട് എങ്കിൽ ഇതിന്റെ എക്സാക്ട് നമ്പറാ ചോദിച്ചിരിക്കുന്നത്. 96 into 8 ആണോ, 96 into 100 ആണോ, 96 into 100 നോട്ട് 1000 നോട്ട് 24, 960 into 1024 into 1024 ആണോ റൈറ്റ് ആൻസർ. ഇതില് നമുക്ക് മെമ്മറി ചാർട്ട് ഉണ്ട്, ഒരുപാട് മെമ്മറി യൂണിറ്റ്സ് ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ്സ് ആണ്. 1 nibble is the basic unit, 4 ബൈറ്റ് ആണ്. 1 byte is equal to 8 bits ആണ്. 1 kilobyte is equal to 1024 bytes. 1 megabyte is equal to 1024 kilobytes. 1 gigabyte is equal to 1024 megabytes. 1 terabyte is equal to 1024 gigabytes. 1 petabyte is equal to 1024 tetrabyte. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് യൂണിറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എങ്കിലും മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 96 കിലോബൈറ്റ് ആണെങ്കിൽ എക്സാക്ട് നമ്പർ ആ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 960 into 1024 ആണ്. എങ്ങനെ വന്നു? ഒരു ബൈറ്റ് എന്നാൽ 1024 ആണ്. അപ്പോ 960 ബൈറ്റ് എന്നാൽ 960 into 1024. Which of the following model is used for the development of e-content for MOOC on Swayam? Swayam എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ഏതാണ്? 4 quadrant, 2 quadrant, flipped classroom and Bloom's taxonomy. നമുക്ക് സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നോക്കാം. സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് ഫുൾ ഫോം വരുന്നത്. ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് ഇന്ത്യയിൽ ഉള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ബേസിസിലാണ്. എല്ലാ ആളുകൾക്കും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റണം, അവിടെ ഇക്വിറ്റി ഉണ്ടാവണം, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ എല്ലാ ആളുകളിലേക്കും എത്തണം. 9th July 2017 ശ്രീ പ്രണവ് മുഖർജിയാണ് സ്വയം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത്. ഇതിനകത്ത് നമുക്ക് 9th മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് ലെവൽ വരെയുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. സ്വയത്തിന്റെ അകത്ത് 4 quadrant കണ്ടന്റുകളാണ് ഉള്ളത്. ഒന്ന് ഇ ട്യൂട്ടോറിയൽസ്, ഇ കണ്ടന്റ്, വെബ് റിസോഴ്സസ് ആൻഡ് സെൽഫ് അസസ്മെന്റ് റിസോഴ്സസ്. ഈ ട്യൂട്ടോറിയൽസിനകത്ത് വീഡിയോ, ഓഡിയോ മെറ്റീരിയൽസ്, ഈ കണ്ടന്റുകൾക്കകത്ത് PDF, അതുപോലെ ടെക്സ്റ്റ് ബുക്സ്, ഇ ബുക്സ് ഒക്കെ വരും. വെബ് റിസോഴ്സസിനകത്ത് ഇതുമായി റിലേറ്റ് ചെയ്യപ്പെട്ട മറ്റ് പേജുകളുടെ ലിങ്ക്, റിസർച്ച് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ്, ജേർണൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. സെൽഫ് അസസ്മെന്റിനായിട്ട് ഈ ഒരു കോഴ്സിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ച് MCQസും പ്രോബ്ലംസും സൊല്യൂഷൻസും ക്വിസസും അസൈൻമെന്റ്സും ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡൽ ഇസ് യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇ കണ്ടന്റ് ഫോർ MOOC on സ്വയം? 4 quadrant.
Which of the following represents the binary equivalent of decimal number 23? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ICTയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ 23യുടെ ബൈനറി ഈക്വലന്റ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് ആ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ ഇറ്റ്സ് വെരി 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ 23നെ നമ്മൾ ഡെസിമൽ ആയത് ബൈനറി ഈക്വലന്റ് ആയത് കാരണം ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ 23 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. 22 ആണ് ശരിക്കും വരേണ്ടത്. അപ്പൊ നമുക്ക് റിമൈൻഡർ ആയിട്ട് 1 കിട്ടും. കോഷ്യന്റ് ആയിട്ട് 11 കിട്ടും. സോ 11നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യും. നമുക്ക് അതിന്റെ ഒരു കോഷ്യന്റ് ആയിട്ട് 5 കിട്ടും. റിമൈൻഡർ ആയിട്ട് വീണ്ടും നമുക്ക് 1 കിട്ടും. Then 5 divided by 2 അതിന്റെ റിമൈൻഡർ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് 2 കിട്ടും. റിമൈൻഡർ ആയിട്ട് 1 കിട്ടും. Then 2 അവിടെ 2 divided by 2 അവിടെ നമുക്ക് 1 ആണ് ആൻസർ കിട്ടുക. and അവിടെ റിമൈൻഡർ ഇല്ല. അപ്പൊ നമ്മൾ താഴേന്ന് കിട്ടിയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1 and 0 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ താഴേന്ന് തൊട്ട് നമ്മൾ മുകളിലേക്ക് ആ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. 1 0 1 1 1. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. 1 0 1 1 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്തതായി നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ കുറച്ച് സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് മാധു, മാത്തമാറ്റിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The owner of a mobile phone charges his customer 25% more than the cost price. If a customer paid 8,000 for a mobile phone, then what was the cost price of the mobile? Okay. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? The owner of a mobile phone charges his customer 25% more than the cost price. അല്ലേ? അതായത് ആ മൊബൈൽ ഫോണിന്റെ ഓണർ കസ്റ്റമർക്ക് ആ മൊബൈൽ ഫോണിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നോ അതിന്റെ 25% കൂടുതലാണ് ഈടാക്കിയത്. അല്ലെ? ഇഫ് എ കസ്റ്റമർ പെയ്ഡ് 8,000 ഫോർ എ മൊബൈൽ ഫോൺ, അപ്പോൾ 8,000 ആണ് ആ കസ്റ്റമർ പേ ചെയ്തതെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ മൊബൈൽ ഫോണിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് ഈ കോസ്റ്റ് പ്രൈസ്, എന്താണ് ഈ കോസ്റ്റ് പ്രൈസ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോ നമുക്ക് ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്. എന്ത്? കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ് എന്ന് പറയുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ആ കുറച്ച് ടേംസ് എന്താണെന്ന് അറിയണം. അപ്പൊ ഫസ്റ്റ് അത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ഈ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ. കോസ്റ്റ് പ്രൈസ്. The price at which an article is purchased is called its cost price. ഓക്കെ. അതായത് ഒരു ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്ത ആ വിലയെയാണ്, ആ പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. CP വെച്ചിട്ടാണ് നമ്മൾ അതിനെ നോട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the price at which an article is sold. ഓക്കെ. ആർട്ടിക്കിൾ സോൾഡ് ചെയ്യാനെടുത്ത ആ വില, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണോ വിറ്റത് ആ വില, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവം വാങ്ങിയ വിലയാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വിറ്റ വിലയാണ്. ഓക്കെ. സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ SP വെച്ചിട്ടാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മളൊരു ഐറ്റം വാങ്ങിയിട്ട് അത് സെല് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാഭം ഉണ്ടാകും, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകും, പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. അല്ലെ? എപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്? നമ്മൾ ഒരു സംഭവം ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങി അതിനേക്കാൾ ആ എമൗണ്ടിനേക്കാൾ കൂടുതൽ രൂപയ്ക്ക് നമ്മൾ അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവും. അല്ലെ? അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? If selling price is greater than cost price, the seller is said to have a profit. Okay. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? സെല്ലർക്ക് എന്തായിരിക്കും ഉണ്ടാവുക? പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഗെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ്. അല്ലെ? ഇപ്പൊ നമ്മളൊരു എമൗണ്ടിന് വാങ്ങിയ സംഭവം ആ എമൗണ്ടിൽ കുറച്ച് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ? നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതായത് ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ്, ദ സെല്ലർ ഈസ് സെഡ് ടു ഹാവ് എന്താ? ലോസ്. ഓക്കെ. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഒന്ന് കിടക്കാം. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ ഓണർ ഈടാക്കിയത് കോസ്റ്റ് പ്രൈസിനേക്കാളും 25% കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ആ ഓണർ ആ ഫോൺ വാങ്ങാനായിട്ട് കുറച്ച് രൂപ മുടക്കിയിരുന്നു. അല്ലെ? അതാണ് നമ്മുടെ എന്ത്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്.
ആ കോസ്റ്റ് പ്രൈസ് നമ്മളിപ്പോ എന്ത് സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന ആ ഒരു എമൗണ്ട്, ഓക്കെ, അതിനെ എപ്പോഴും നമ്മൾ ഒരു 100% കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് നമ്മൾ എത്രത്തോളം മുടക്കുന്നു അതാണ് നമ്മുടെ 100%. ഓക്കെ, അപ്പോൾ അത് 100, അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുക, 100% ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുക. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു, 100% ആയിരുന്നു കേട്ടോ അവിടെ. 100%. കോസ്റ്റ് പ്രൈസിന്റെ 25% എന്താ കൂട്ടി അല്ലെ, അതായത് അതിന്റെ 25% കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 100ന്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 100ന്റെ 25% എന്ന് പറയുന്നത് അല്ലെ, 25% ഓഫ് 100. ഇതെന്താണ്, 25 ഡിവൈഡഡ് ബൈ 100. പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ആണ്. അത് നമുക്ക് എത്ര കിട്ടുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 100 ക്യാൻസൽ ചെയ്ത് 25 കിട്ടുക. അപ്പോ അയാൾ ഈടാക്കിയത് എത്രയായിരുന്നു, 125% ആയിരിക്കും അയാൾ ഈടാക്കിയത്. നമ്മള് 100%-നായിരുന്നു നമ്മൾ ആ സംഭവം വാങ്ങിയത്, പക്ഷെ വിൽക്കാൻ നേരത്ത് ഒരു 25% കൂടി ആഡ് ചെയ്തു അല്ലെ. അപ്പൊ ടോട്ടൽ ആ ഒരു മൊബൈൽ ഫോൺ വിറ്റിട്ടുണ്ടാവുന്നത് 125%-നായിരിക്കും. അത് എത്രയാണ്, കസ്റ്റമർ എത്രയാണ് പേ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടുന്ന് ക്ലിയർ ആണ് നമുക്ക് അല്ലെ. 8000 rupees ആണ് നമുക്ക് ഇവിടെ പേ ചെയ്തിട്ടുള്ളത്. അപ്പോ സെല് ചെയ്തിട്ടുള്ളത് എത്ര രൂപയ്ക്കായിരിക്കും, 8000 രൂപയ്ക്കായിരിക്കും സെല് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ ആദ്യം എഴുതി വെക്കുക. ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുക. ഇനി നമ്മൾ പറയുന്നത് ഒരു ട്രിക്ക് ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 100 ഉണ്ട്, അതുപോലെ തന്നെ 8000 ഉണ്ട്. പിന്നെ ഇവിടെ CP എത്രയാണെന്ന് നമ്മൾക്ക് അറിയില്ല, ഇവിടെ 125 ആണുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മിസ്സായിട്ടുള്ളത് ആരാ, CP അല്ലേ, അയാൾ അവിടെ നിർത്തുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 2 ആളുകൾ വീതമുള്ളവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ 100ഉം 8000ഉം കൂടി മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, 100 ഇൻറ്റു 8000. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാരാണ്, 125 അല്ലേ. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, ഇല്ല. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് 125. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് 5 വെച്ചിട്ട് കട്ട് ചെയ്യാം കോമൺ ആയിട്ട്. അപ്പൊ ഇവിടെ എത്ര വരും, 5 വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 20 വരും, ദെൻ ഇവിടെ 25 വരും, ദെൻ കോമൺ ആയിട്ട് നമുക്ക് വീണ്ടും 5 വെച്ചിട്ട് കട്ട് ചെയ്യാം, ഇവിടെ 4 വരും, ഇവിടെ 5 വരും. ഈ 5 വെച്ചിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ 1600, അതായത് നമുക്ക് കിട്ടുന്നത് 4 ഇൻറ്റു 1600 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാ വരിക, 6400 rupees ആയിരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ കിട്ടുന്നത് എന്താണ്, നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്, ടോട്ടൽ ഉള്ളത്, അതായത് നമ്മൾ മുടക്കിയത് എപ്പോഴും 100% ആയിട്ട് എടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ CP എന്ന് പറയുന്നത്. CP ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇനി എത്ര രൂപയ്ക്കാണ് വിറ്റത് അല്ലെ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാണ്. അതായത് 100% കൂടാതെ എന്താണ്, ഒരു 25% കൂടി നമ്മൾ എക്സ്ട്രാ നമ്മൾ ഈടാക്കി അല്ലെ. അതായത് 125%-നായിരിക്കും ആ മൊബൈൽ ഫോൺ നമ്മൾ വിറ്റത്. ആ 125% എത്ര രൂപയാണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നിട്ടുള്ളത്. ഇനി 2 ആളുകളെ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരാളെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ CP എന്ന് പറയുന്നത്. ഓക്കെ, next question. A milkman purchases milk at rupees X per liter and sell it at rupees 2X per liter. Still, he mixes 2 liters of water with every 6 liters of pure milk. What is his profit percentage? Okay, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, milkman purchases milk at rupees X per liter. Okay, ഒരു ലിറ്ററിന് X രൂപ എന്ന നിരക്കിൽ ഒരു milkman മിൽക്ക് purchase ചെയ്തു. And sell it at rupees 2X per liter. Okay, X രൂപയ്ക്ക് per ലിറ്ററിന് X രൂപയ്ക്ക് വാങ്ങി, എന്നിട്ട് 2X രൂപയ്ക്ക് per ലിറ്ററിന് 2X രൂപയ്ക്ക് ആ മിൽക്ക് സെയിൽ ചെയ്യാണ്. Okay, still he mixes 2 liters of water with every 6 liters of pure milk. അപ്പോൾ എല്ലാ 6 liters of pure milkന്റെ കൂടെയും എന്താ ചെയ്യുന്നത്, 2 liters of water ആഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പ്രോഫിറ്റ് വരെ എന്താണെന്നുള്ളത് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ
എപ്പോഴും സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഉണ്ടായിട്ടിരിക്കുക അല്ലെ. അപ്പൊ പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ആൻഡ് ലോസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ പെർസെൻറ്റേജുകൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും അതുപോലെ തന്നെ ഏത് ലോസ് പെർസെൻറ്റേജും കണ്ടുപിടിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പൊ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ്. പ്രോഫിറ്റ് കാണുമ്പോഴും ലോസ് കാണുമ്പോഴും ഡിവൈഡ് ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ്. അപ്പൊ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോസ് പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് ലിറ്ററിന് എക്സ് രൂപ വെച്ചിട്ട് മിൽക്ക് പർച്ചേസ് ചെയ്തു. 2x രൂപയ്ക്ക് പെർ ലിറ്ററിന് വെച്ചിട്ട് നമ്മൾ അതിനെ സെല് ചെയ്യാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ 6 ലിറ്റർ പ്യുവർ മിൽക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 2 ലിറ്റർ ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മളിവിടെ 6 ലിറ്റർ ഓഫ് പ്യുവർ മിൽക്കിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, പ്രോഫിറ്റും അറിഞ്ഞിരിക്കണം, കോസ്റ്റും അറിഞ്ഞിരിക്കണം അല്ലെ, കോസ്റ്റ് പ്രൈസും അറിഞ്ഞിരിക്കണം. അപ്പൊ പ്രോഫിറ്റ് അറിയണമെങ്കിൽ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യം സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 6 ലിറ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിപ്പോ ഇവിടെ എടുക്കുന്നത്. ലെറ്റ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു 6 ലിറ്റർ. ഓക്കെ, അപ്പോ നമ്മൾ എടുക്കുകയാണ്, നമ്മളിവിടെ പറഞ്ഞു പെർ ലിറ്ററിന് എക്സ് റുപ്പീസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ എക്സിനെ നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണ്. അതായത് 1 ലിറ്റർ മിൽക്കിന് എത്ര രൂപയാണ്, 1 രൂപയാണ് എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ ടോട്ടൽ 6 ലിറ്റർ മിൽക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപയായിരിക്കും, 6 into 1 equal to 6 rupees ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 rupees ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്, എവറി 6 ലിറ്റേഴ്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, 2 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യും അല്ലെ. അപ്പൊ 6 ലിറ്ററിന്റെ കൂടെ നമ്മൾ 2 ലിറ്റർ വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് 8 ലിറ്റർ കിട്ടും അല്ലെ. അപ്പൊ ഈ 8 ലിറ്ററിൽ ഓരോ ലിറ്ററും എന്നിട്ടാണ് നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 8 ലിറ്റർ നമ്മൾ സെല് ചെയ്യുന്നത് എത്ര രൂപയ്ക്കായിരിക്കും, 8 into 2 അല്ലെ. അതായത് 2x-നാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതായത് 2 into 1 that is 2. ഓക്കെ, 1 എന്ന് പറയുന്നത് ഒരു ലിറ്ററിന് നമ്മളിവിടെ x എടുത്തേക്കുന്ന 1 അല്ലേ. അപ്പൊ 2 rupees-നായിരിക്കും പെർ ലിറ്റർ നമ്മൾ സെല് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ നമുക്ക് ഇവിടെ എത്ര വരും, 8 ലിറ്ററിന് എത്ര രൂപയായിരിക്കും വരിക, 8 ലിറ്ററിന് 16 rupees ആയിരിക്കും വരിക. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതായത് SP നമുക്ക് കിട്ടി, SP is equal to 16 rupees ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് CP യും കിട്ടി, SP യും കിട്ടി. സോ പ്രോഫിറ്റ് എന്ത് വരും, പ്രോഫിറ്റ് ഈക്വൽ ടു എന്താണ്, SP മൈനസ് CP ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, SP എന്ന് പറയുന്നത് 16 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പൊ 10 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് 10 ആണ്. 10 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 6 ആണ്, ഇൻറ്റു 100 നമ്മൾ ചെയ്യാം. ഓക്കെ, അതായത് 10 ഡിവൈഡ് ബൈ 6 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 10 ഡിവൈഡഡ് ബൈ 6 ഇവിടെ 1 വരും, then 6 4 0 636 then 4 പിന്നെ ഇവിടെ 666 എന്ന് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഇത് 1.666 into 100 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഇങ്ങനെയായിരിക്കും വരിക. 666 അങ്ങനെ പൊക്കൊണ്ടിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Next question. The average monthly income of P and Q is 5,050. The average monthly income of Q and R is 6,250. That of P and R is 5,200. What will be the monthly income of P? Okay. അപ്പോൾ ഇവിടെ P-ന്റെയും Q-ന്റെയും ആവറേജ് മന്ത്ലി ഇൻകം നമുക്ക് 5,050 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ Q-ന്റെയും R-ന്റെയും നമുക്ക് 6,250 ആണ് തന്നിട്ടുണ്ട്. P-യുടെയും R-ന്റെയും നമുക്ക് 5,200 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മന്ത്ലി ഇൻകം, P-യുടെ മന്ത്ലി ഇൻകം വേണം കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആവറേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ആവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. അപ്പൊ ആവറേജ് എന്താണ്? ആവറേജ് is equal to sum of values divided by number of values ആണ്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇവിടെ നമുക്ക് മന്ത്ലി ഇൻകം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് ആവറേജ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. പിയുടെയും ക്യൂവിന്റെയും ആവറേജ് മന്ത്ലി ഇൻകം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ആവറേജ് is equal to ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണെന്ന്. നമ്പർ ഓഫ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് പി ആൻഡ് ക്യൂവിന്റെ ആവറേജ് മന്ത്ലി ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 5,050 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ പിയുടെയും ക്യൂവിന്റെയും ആണ്, അതായത് രണ്ടാളുകളുടെയാണ്. ഓക്കെ. ഡിവൈഡ് ബൈ 2. ദിസ് ഇംപ്ലൈസ് നമുക്ക് ടോട്ടൽ ഇൻകം ഓഫ് പി ആൻഡ് ക്യൂ. ടോട്ടൽ ഇൻകം ഓഫ് പി ആൻഡ് ക്യൂ എത്ര കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 2 into 5,050 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പിയുടെയും ദ ടോട്ടൽ ഇൻകം അല്ലെ. ടോട്ടൽ ഇൻകം ആണ് ആരുടെ? പി പ്ലസ് ക്യൂ. പിയുടെയും ക്യൂവിന്റെയും ടോട്ടൽ ഇൻകം നമുക്ക് എത്ര കിട്ടും? 2 into 5050. 2 into 5050 എന്ന് പറയുന്നത് 10100 ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ക്യൂ ആൻഡ് ആറിന്റെ ആവറേജ് മന്ത്ലി ഇൻകം നമുക്ക് 6,250 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവരുടെ പിയുടെയും ക്യൂവിന്റെയും സമ്മ്, പി പ്ലസ് ക്യൂ സോറി ക്യൂവിന്റെയും ആറിന്റെയും സം എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കും? 2 into 6,250 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 12,500 ആണ് നമുക്ക് കിട്ടുക. ഇനി അതുപോലെ തന്നെ പിയുടെയും ആറിന്റെയും നമുക്ക് എത്ര കിട്ടും? പി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗൈൻ 2 into 5,200. That is equal to 5,200 is 10,400. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് പിയുടെയും ക്യൂവിന്റെയും ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 10,100 ആണ്. ക്യൂവിന്റെയും ആറിന്റെയും നമുക്ക് 12,500, പിയുടെയും ക്യൂയുടെയും 10,400 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സൈഡ്, ഈ മൂന്ന് ഇക്വേഷന്റെയും LHSകൾ തമ്മിൽ ആഡ് ചെയ്യാണ്. അതായത് പി പ്ലസ് ക്യൂ പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് ക്യൂ പ്ലസ് പി പ്ലസ് ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10,100, 12,500 പ്ലസ് അപ്പൊ ഇതെന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു 2 into പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഈക്വൽ ടു നമ്മൾ ഇത് സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 33,000 ആണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇംപ്ലൈസ് നമുക്ക് പി പ്ലസ് ക്യൂ എന്താന്ന് പറയാൻ പറ്റും? പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 33,000 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് പറയാൻ പറ്റും. 33,000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 16,500 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് പി പ്ലസ് ക്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എന്താണ്? പി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അല്ലെ. ഇപ്പൊ നമുക്ക് പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത് 16,500 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
And also we know that Q plus R equal to Q plus R എന്ന് പറയുന്നത് 12,500 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് P യുടെ മന്ത്ലി ഇൻകം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇവരെ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P is equal to എന്ന് പറഞ്ഞു കിട്ടും. P is equal to 16,500 minus 12,500. അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4,000 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. Next question. The average of 4 term is 20 and the first term is 1/3 of sum of remaining 3 terms. What will be the value of first term? Okay. അപ്പോൾ 4 terms ഉണ്ട്. ആ 4 termsന്റെ ആവറേജ് ആണ് നമുക്ക് 20 തന്നിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ബാക്കിയുള്ള 3 termsന്റെ സമ്മിന്റെ 1/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ടേംസ്, ആ 4 ടേംസ് എന്തായിട്ട് ചൂസ് ചെയ്യാണ്? എ, ബി, സി, ഡി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ 4 ടേംസ് അല്ലെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ 4 ടേംസിന്റെ ആവറേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആവറേജിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണ് പഠിച്ചത്. അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് ഇതെന്താ വരിക? This implies ആവറേജ് നമുക്ക് 20 തന്നിട്ടുണ്ട്. 20 is equal to ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus b plus c plus d ആണ്. a plus c plus d divided by 4 അല്ലെ. 4 ടേംസ് ആണുള്ളത്, 4. So this implies നമുക്ക് ഈ സം എന്ത് കിട്ടും? a plus b plus c plus d equal to just ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സം എന്ന് പറയുന്നത് നമുക്ക് 80 ആയിട്ട് കിട്ടും. അപ്പോൾ ആവറേജ് തന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? a plus b plus c plus d is equal to 80 ആണ് നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ടേം is 1/3 of sum of the remaining 3 terms. ഓക്കെ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് റിമൈനിങ് ടേംസിന്റെ സമ്മിന്റെ 1/3 ആണ്. അതായത് a is equal to 1/3 into b plus c plus d ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 3a ഈക്വൽ ടു എങ്ങനെ എഴുതാം? 3a is equal to b plus c plus d എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാതെ a plus b plus c plus d is equal to 80 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിലെ ഈ b plus c plus d ക്ക് പകരം ഞാൻ 3a വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. So this implies a plus 3a equal to 80. ഇതിന് എന്ത് വരും? 4a equal to 80. Okay. This implies നമുക്ക് എന്ത് പറയാം? a is equal to എന്താണെന്ന് പറയാം? 80/4. That is 20 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Thank you so much.